ഹായ് മക്കളെ, അങ്ങനെ നമ്മുടെ നീറ്റ് 2026 ലാസ്റ്റ് ദിവസങ്ങൾ, അവസാന ദിവസങ്ങളാണ് അപ്ലിക്കേഷൻ്റെത്. മാർച്ച് 8-ാം തീയതിയാണ് അപേക്ഷ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. പക്ഷെ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കുട്ടികളും മിനിമം അപ്ലിക്കേഷൻ കൊടുത്തില്ല. ഈ വർഷം ഏകദേശം 25 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ നീറ്റ് പരീക്ഷയ്ക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ നീറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഇതുവരെ അപ്ലിക്കേഷൻ കൊടുത്താൽ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. പലപ്പോഴും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് എന്താണെന്ന് അറിയില്ല, പല കുട്ടികൾ ഇനി അപ്ലിക്കേഷൻ കൊടുക്കാൻ ബാക്കിയുണ്ട്. മക്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, വേറൊരു MBBS മാത്രമല്ല, MBBS തന്നെ നിങ്ങൾ നോക്കി എത്ര കാറ്റഗറിയിലുണ്ട്. ഗവൺമെന്റ് കോളേജുകളിലുണ്ട്, അതുപോലെ സ്വാശ്രയ കോളേജുകളുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റീസിലുണ്ട്. അതുകൂടാതെ BDS പോലുള്ള കോഴ്സുകൾ, വലിയ ഡിമാൻഡ് ഇനി ഭാവിയിൽ വരും എന്ന് തോന്നുന്ന പറയാവുന്ന ആയുർവേദം പോലുള്ള കോഴ്സുകൾ, ഹോമിയോ പോലുള്ള കോഴ്സുകൾ, വെറ്റിനറി, കേരളത്തിലെ അഗ്രികൾച്ചർ പ്രവേശനം, ഇതൊക്കെ ഒരു നീറ്റ് സ്കോർ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. ഈ ഒരു പരീക്ഷ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ള ഏറ്റവും ആവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നാളെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ടെക്നിക്കൽ എറേഴ്സിൻ്റെ സൈറ്റിൽ ബുദ്ധിമുട്ടുണ്ടാകും, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതുപോലെ. അതുകൊണ്ട് നിർബന്ധമായും ഇന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ള വലിയ ടാസ്ക് ഒന്നുമല്ല. ആവശ്യമായിട്ടുള്ള എല്ലാ ഡോക്യുമെന്റ്സും കയ്യിലുണ്ടെങ്കിൽ 20-25 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. വളരെ പെട്ടെന്ന് തന്നെ അപ്ലിക്കേഷൻ കൊടുക്കുക. നാളെയും മറ്റന്നാളൊക്കെ തീർച്ചയായിട്ടും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. സാധാരണ ഇതിൽ നമ്മൾ പറയാണ്ട് സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു വാചകമായിരിക്കും. അതായത് എന്തെങ്കിലും ഉള്ളതാണോ ഒന്നുമില്ലാത്തതിനേക്കാൾ നല്ലതെന്ന് പറയും. ഇപ്പോഴും നിങ്ങൾ ആ ഒരു +2 ഫ്ലോയിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ല എന്താണ് നിങ്ങളുടെ ഭാവിയിൽ കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യം. ഉറപ്പായും നിങ്ങൾ ഈ +2 കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ ഈ എൻട്രൻസ് പരീക്ഷയുടെ സാധ്യതകൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. എൻട്രൻസ് പരീക്ഷയിലെ പെർഫോമൻസ് എന്താണെന്ന്. കാരണം എല്ലാ പരീക്ഷയുടെയും താഴെ വ്യക്തമായിട്ട് ഉത്തരങ്ങളുണ്ട്. ആ ഉത്തരം നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. സാധാരണ പറയേണ്ട ബോർഡ് എക്സാമിനേഷൻ്റെ കാര്യത്തിൽ ചോദ്യങ്ങളുടെ താഴെ പേടിപ്പിക്കുന്ന ശൂന്യതയാണ്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ആൻസേഴ്സ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണം. ഇത്രയും കുട്ടികൾ എഴുതുന്ന ഈ പരീക്ഷ നിർബന്ധമായി നിങ്ങൾ അപ്ലൈ ചെയ്യുക. MBBS, BDS, ആയുർവേദ, ഹോമിയോ, അതേപോലെ തന്നെ സിദ്ധ, ഈ അഗ്രികൾച്ചർ, വെറ്റിനറി, ഇതുപോലെ ഒരുപാട് കോഴ്സുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഡോക്യുമെന്റ്സ് റെഡിയാക്കി മാർച്ച് 8 ലാസ്റ്റ് ഡേറ്റ്. മാർച്ച് 8 വരെ നിൽക്കേണ്ട, ഇന്ന് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്യാം. എത്രയും പെട്ടെന്ന് നീറ്റ് അപ്ലിക്കേഷൻസ് ഇനി ചെയ്യാത്തവർ ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിലും ഉറപ്പായിട്ടും പറയാം. ഈ വർഷത്തെ നീറ്റ് 2026 അപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് കുറവാണെന്നാണ് കേൾക്കുന്നത്. തീരാൻ വേണ്ടി പോവാണ്. അപ്പോൾ മാർച്ച് 8 തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇന്ന് തന്നെ അപ്ലിക്കേഷൻസ് കൊടുക്കുക. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുക വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കുക. ഇന്ന് തന്നെ മറക്കാതെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുന്ന കുട്ടികൾ എഴുതുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പരീക്ഷയിൽ നിങ്ങളും കൂടെ തീർച്ചയായും പങ്കെടുക്കണം. ഏറ്റവും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്, ഇഷ്ടം പോലെ പ്രിപ്പയർ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ നിങ്ങളുടെ നീറ്റ് 2026 ആപ്ലിക്കേഷൻ കൊടുക്കുക.